എൻ്റെ പേര് സുജ. ഞാൻ പാടിമണ്ണിൽ നിന്ന് വരുന്നു. എൻ്റെ അനിയത്തിയുടെ ബ്രസ്റ്റിനൊരു മുഴയായിട്ട് ഡോക്ടറെ കാണിച്ചപ്പോഴേ ഡോക്ടർ പറഞ്ഞു ചില സംശയം തോന്നുന്നു, അത് ബയോപ്സിക്ക് വിടാൻ പറഞ്ഞു. റിസൾട്ടുമായിട്ട് അച്ഛൻ്റെ അടുക്ക വന്നു. അച്ഛൻ അത് കണ്ടിട്ട് പറഞ്ഞു ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അച്ഛനെ അവളെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു. എന്നിട്ട് പറഞ്ഞു ഒരു കുഴപ്പമില്ല, നീ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു. ഞാൻ ബയോപ്സി റിസൾട്ട് വികാരണത്തിന് മുമ്പിൽ വെച്ചിട്ട് ഞാൻ പോയി എല്ലാവരോടും പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഇന്നലെ കഴിഞ്ഞ ദിവസം ബയോപ്സി റിസൾട്ട് വന്നതിൽ നോർമലാണെന്ന് ഒരു ഇത് പറഞ്ഞു. അതുപോലെ തന്നെ വേറൊരു ടെസ്റ്റിന് വേണ്ടിയിട്ട് അവർ അയച്ചിരിക്കുകയാണ്. നാളെ എൻ്റെ റിസൾട്ട് വരും. അത് ഞാൻ ദൈവകാരണ ഈശോയുടെ മുമ്പിൽ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. എനിക്ക് സൗഖ്യം പ്രാപിച്ചു എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ഒരു സർജറി ആവശ്യമാണ്. ആ സർജറിക്ക് വേണ്ടി അവർക്ക് ധൈര്യം കിട്ടുവാനായിട്ട് നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥനാ സഹായം ഞാൻ അപേക്ഷിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ പേരപ്പൻ്റെ മകന് 34 വയസ്സുണ്ട്. അവന് കല്യാണം ഒന്നും നടക്കുന്നില്ല. അപ്പോൾ ഒത്തിരി പെണ്ണ് കാണാനായിട്ടൊക്കെ പോകുമ്പോൾ ഞാൻ അച്ഛനെ വിളിച്ച് പറയും. അപ്പോൾ അച്ഛൻ പറയും സുജ പൊക്കോ, പ്രാർത്ഥിച്ചേക്കാം എന്ന് പറയും. പ്രാർത്ഥിക്കും. പോയി നിസ്സാരമായ കാര്യങ്ങളുടെ മുമ്പിൽ ആ കല്യാണങ്ങളെല്ലാം മാറിപ്പോകുന്നു. അത് കഴിഞ്ഞ സെപ്റ്റംബർ 30 വീട്ടിലൊരു പ്രാർത്ഥന വെച്ചപ്പം അച്ഛൻ അവിടെ വരികയുണ്ടായപ്പം പേരമ്മ ആ വീട്ടിലുണ്ടായിരുന്നു. അപ്പം അച്ഛൻ അമ്മച്ചിയുടെ കൈ പിടിച്ചിട്ട് പറഞ്ഞു ഈ നവംബർ 27 ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിയുമ്പോൾ അവന് ലീവിൽ വന്നു. നെറ്റിൽ കണ്ടു, ഒരു കുട്ടികളുടെ പോയി കണ്ടു. അങ്ങനെ ആ കല്യാണം നവംബർ ലാസ്റ്റിലേക്ക് ഉറയ്ക്കുന്നു. വിവാഹത്തിനായിട്ട് ചെറു താമസമുണ്ട്, ഉറയ്ക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന തങ്കച്ചാൻ്റെ മോന് ഒത്തിരി നാളായിട്ട് അവന് വിദേശത്തേക്ക് പോകാനായിട്ട് നോക്കുന്നു. മെഡിക്കലിലും അങ്ങനെ ഭയങ്കര തടസ്സങ്ങൾ. അങ്ങനെ കഴിഞ്ഞ ദിവസം അവനെല്ലാം റെഡിയായി മെഡിക്കലിന് ഇത് ചെയ്തിട്ട് എല്ലാവർക്കും വന്നു, അവന് മാത്രം വന്നില്ല. അപ്പോൾ അങ്ങനെ അവർ ഇവിടെ അച്ഛൻ്റെ അടുക്ക വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു, ഈശോയെ അവന് പോകാൻ സാധിക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് പറഞ്ഞു. അതിൻ്റെ ഫലമായി അവൻ്റെ മെഡിക്കൽ ശരിയായി വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഈശോ ചെയ്ത ഈ അനുഗ്രഹത്തിന് ഞാൻ 1000 കോടി നന്ദിയുണ്ട് ഈശോയ്ക്ക് പറയുന്നു. യേശു നന്ദി, യേശു. ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഇവരുടെ സഹോദരിയെ സൗഖ്യപ്പെടുത്തിയ ദൈവത്തിന് നന്ദി പറയാം. അതുപോലെ മെഡിക്കൽ എല്ലാം റെഡിയായി വിദേശത്തേക്ക് പോകുവാനിരിക്കുന്ന ആ മകനെ നമ്മൾ ഓർക്കുക. എന്തിനാണ് വിദേശത്തേക്ക് പോകുന്നത്, എന്തിനാണ് ജോലി സ്ഥലത്തേക്കൊക്കെ പോകുന്നത് എന്ന് ഞാൻ ഇവിടെ വരുന്നവരോടൊക്കെ ചോദിക്കും. അപ്പോൾ പറയാറുണ്ട് കടമുണ്ട്, ഒരുപാട് ബാധ്യതകളുണ്ട്, വീടില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാനത് തിരുത്തി കൊടുക്കും. പോകുന്ന സ്ഥലത്ത് ദൈവത്തെ കൊടുക്കാൻ സാധിക്കുമോ? പോകുന്ന സ്ഥലത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊള്ളാമെന്ന് വാക്ക് കൊടുക്കുമോ? ഞാൻ ചെല്ലുന്നിടത്ത് വിശ്വാസം ക്ഷയിക്കാൻ ഇടയാകരുത്. എൻ്റെ സാന്നിധ്യത്താൽ മറ്റൊരുവൻ മദ്യപിക്കാനോ എൻ്റെ സാന്നിധ്യത്താൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവരെ പ്രാർത്ഥനയിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്ന ഒരു പ്രവർത്തനമോ എന്നിൽ നിന്നുണ്ടാകരുത്, എൻ്റെ മകനിൽ നിന്നും മകളിൽ നിന്നും ഉണ്ടാകരുത്. അതിന് വാക്ക് കൊടുക്കുമോ? അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഞാൻ ഐക്യപ്പെടുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ഞാൻ ആഗ്രഹിക്കുന്നത് വിശ്വാസം ഉജ്ജ്വലിപ്പിക്കുവാൻ, അല്ലെങ്കിൽ അബോർട്ടഡാകും. അതുകൊണ്ട് നമുക്ക് എപ്പോഴും നമ്മൾ പോകുന്നിടത്തും പ്രവർത്തിക്കുന്നിടത്തും നമുക്ക് വേര് പിടിക്കണമെങ്കിൽ ദൈവത്തെ നമ്മൾ ചെല്ലുന്നിടത്തും പോകുന്നിടത്തും മഹത്വപ്പെടുത്തുവാനായിട്ട് കഴിയട്ടെ. നമ്മുടെ മക്കൾ എവിടെ പോയാലും അവിടെ ദൈവീ വിശ്വാസം വളരണം, ദൈവം മഹത്വപ്പെടണം, ഈശോ മഹത്വപ്പെടണം. ആ ഒരു ആഗ്രഹം ദൈവം മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് വിദേശത്തേക്ക് പോകുന്നവരാകട്ടെ, ഏതെങ്കിലും കമ്പനികളിൽ ജോലിക്ക് കയറുന്നവരാകട്ടെ, അവിടെ എല്ലാം ഇടപഴകുന്ന വ്യക്തികളിൽ ഈശോ മഹത്വപ്പെടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ഈ ആഗ്രഹം ഒന്ന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ,